അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നിസാരമായ കാര്യത്തെയും ഒരു ചെറിയ കാര്യത്തെയും, ഒരു നല്ല കാര്യമാണ് ചെറുതാണ് പക്ഷേ അതിന് നീ നിസാരമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്ത് റസൂൽ പറഞ്ഞു, നിന്റെ ഒരു കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നതുണ്ടല്ലോ, ആ പുഞ്ചിരി പോലും തബസ്സുമു സദഖാ, അതിന് സദഖയുടെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതിന് സ്വതക്കയുടെ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിന് സ്വതക്കയുടെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ, കാരേറ്റ് പള്ളി ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് സംഘാടകർ വീട്ടിൽ വരുമ്പോൾ ചിരിച്ചു കൊടുത്താൽ പോലെ അതിന് പൈസ കൊടുക്കണം, അതിന് പൈസ കൊടുക്കണം. സ്വതക്കയുടെ പ്രതിഫലം കിട്ടും, പക്ഷെ പുഞ്ചിരിയോടുകൂടി കൊടുക്കുന്ന കാശിന് പ്രതിഫലം കൂടുതലാണ്. ഇനി ഒന്നുമില്ല അവന്റെ കയ്യിൽ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്തനാവട്ടെ, ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല. നല്ല മനസ്സോടുകൂടി പറഞ്ഞാൽ പ്രായത്താണ്. ചില എത്തീങ്ങാനയിൽ മക്കളൊക്കെ കലണ്ടറായിട്ട് വരും, കമ്മീഷൻ ഒക്കെ ചോദിക്കും. യവൻ ഇത് ചോദിക്കേണ്ട, അവൻ അണ്ണാക്കിന് തള്ളാൻ 10 രൂപ എടുത്ത് കൊടുത്താൽ പോരെ? കൊടുക്കൂല. ഇത്രയും ചോദിച്ച് വരട്ടിയിട്ട് ഈ പ്രിയപ്പെട്ട പാവപ്പെട്ട മക്കളെ, ഞാൻ എത്തീങ്ങാന നടത്തുന്നയാളൊന്നുമല്ല, പക്ഷെ എങ്കിലും ഞാൻ പറയണം, സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു കലണ്ടറുമായിട്ട് നമ്മുടെ വീട്ടിന്റെ മുമ്പ് വരുമ്പോൾ 10 രൂപ എന്റെ കയ്യിൽ കൊടുത്താലെന്താ? ഞാൻ കലണ്ടറിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് വന്ന് നിൽക്കല്ല, പേടിയുണ്ട്. അതാ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോന്ന് പറയുന്നത്. നമുക്ക് ആ നിങ്ങളൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു വമ്പനിരുന്ന് കേൾക്കുന്നെങ്കിൽ അയാൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾക്കിനി ഇങ്ങനെ കുറച്ച് പദവിയൊക്കെ വന്ന് ഇങ്ങനെ തോന്നലുണ്ടായാൽ അത് വരാതിരിക്കട്ടെ, അതിനുവേണ്ടി ഓർമ്മപ്പെടുക. അല്ല, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളൊന്നും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് ഈ പള്ളി കാണുമ്പോൾ വലിയ അഭിമാനമാണ്. അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഇവിടെ 5 മണിക്കും 6 മണിക്കൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ഉസ്താദേ, ഇവിടെ നിറച്ചു വെള്ളം കിടക്കാണ് എന്ന്. അത് നടക്കുവോ? നിറച്ച് വെള്ളമാണ്. അതൊക്കെ കോരി വറ്റിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അള്ളാഹു അവർക്ക് അർശിന്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദുആ ചെയ്താലും മതി വരില്ല സുഹൃത്തുക്കളെ, അത്രയ്ക്ക് സന്തോഷമാണ് അവർ ചെയ്തൊരു വലിയ ത്യാഗം. നിങ്ങളെ ഒന്ന് ഇരുത്താൻ 9 മണിക്ക് മഴ തോന്നുന്നു, 8 മണിക്ക് മഴ തോന്നുന്നു, നിങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ഇരുത്താനുള്ള സംവിധാനത്തിന് വേണ്ടി ഇവിടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഇന്ന് ഏറ്റവും അധികം പുണ്യം കിട്ടുന്നത് അവർക്കാണ്. ഒരു കുറവില്ലാതെ അല്ലാഹു അത് കൊടുക്കുമാറാകട്ടെ.